ഞങ്ങളുടെ വിജയത്തിൽ SDP-യുടെ പങ്കുണ്ട്. എന്തൊരു അഭിമാനം! ഞങ്ങൾ കഴിഞ്ഞ കാലത്ത് ഇടതുപക്ഷത്തെയല്ലേ പിന്താങ്ങിയത് എന്ന് ജമാഅത്തെ ഇസ്ലാമി ചോദിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെ ഒരു നയം നേരത്തെ ഉണ്ടായിരുന്നു. എങ്ങനത്തെ നയം? ഞങ്ങൾക്ക് RSSന്റെ വോട്ട് വേണ്ട. ഒലിച്ചുപോയോ ഞങ്ങൾ? കൊലീബി സഖ്യം നമുക്കറിയാവുന്നതാണ്. എല്ലാ കാലത്തും 4 വോട്ടിന് വേണ്ടി വർഗീയതയെ ചേർത്ത് പിടിക്കാൻ ഒരു മടിയില്ല. അതല്ലേ കാണുന്നത്? ഇപ്പൊ അതെവിടം വരെ എത്തി? ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും വലിയ തോതിൽ കൂട്ടുപിടിക്കുന്നു. ഇന്ന് പത്രങ്ങളിലുണ്ട്, അഭിമാനപൂർവം പാലക്കാട് നിന്നൊരു കോൺഗ്രസ് നേതാവ് പറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ വിജയത്തിൽ SDP-യുടെ പങ്കുണ്ട്. എന്തൊരഭിമാനം! എന്താ അഭിമാനത്തിൻ്റെ പിന്നിൽ? എങ്ങോട്ടാണ് നാടിനെ കൊണ്ടുപോകുന്നത്? എവിടത്തേക്കാണ് നാട് എത്തിച്ചേരുക? ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ രാജ്യത്ത് ഈ കാണുന്ന നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. ജനാധിപത്യം അതേ രീതിയിൽ വേണമെന്നല്ല അവരാഗ്രഹിക്കുന്നത്. അവർക്ക് അവരുടേതായ ആശയമുണ്ട്. ആ ആശയം രാജ്യത്തിൻ്റെ ഭരണമല്ല, ലോകത്തിൻ്റെ ആകെ സാമ്രാജ്യമാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ കാലത്ത് ഇടതുപക്ഷത്തെയല്ലേ പിന്താങ്ങിയത് എന്ന് ജമാഅത്തെ ഇസ്ലാമി ചോദിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെ ഒരു നയം നേരത്തെ ഉണ്ടായിരുന്നു. എങ്ങനത്തെ നയം? സ്ഥാനാർത്ഥികളെ നോക്കി പിന്താങ്ങുക. അങ്ങനെ ഒരു നയം ഒരു കാലത്ത് അവർ സ്വീകരിച്ചിരുന്നു. ഏതിൻ്റെയും ഭാഗമായിരുന്നില്ല. ഞാനിപ്പോൾ ഓർക്കുകയാണ്, പൊന്നാനിയിൽ ഒരു മത്സരം നടക്കുന്നു. ഒരു ഭാഗത്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി TK ഹംസ, മറുഭാഗത്ത് MP ഗംഗാധരൻ, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഖ്യാപനം, MP ഗംഗാധരന് പിന്തുണ. മറ്റൊന്നിലേക്കും ഞാനിപ്പോൾ പോകുന്നില്ല കേട്ടോ. ഏതാണ് മാനദണ്ഡമെന്ന് ആലോചിച്ചാൽ മതി എല്ലാവരും. TK ഹംസയും MP ഗംഗാധരനും മത്സരിക്കുമ്പോൾ MP ഗംഗാധരന് പിന്തുണ നൽകുന്ന നിലപാടായിരുന്നു ജമാഅത്തെ ഇസ്ലാമി എടുത്തത്. ഇതാണ് നാടിൻ്റെ ചരിത്രം. നിങ്ങളന്ന് സ്വതന്ത്രമാണെന്ന് പറയാറുണ്ടായിരുന്നു. ആ സ്വതന്ത്ര വേഷം കാണിക്കുന്നതിന് ഏതെങ്കിലും 1-2 സ്ഥലത്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ ചിലപ്പോൾ പിന്താങ്ങിയിട്ടുണ്ടാകാം. ഞങ്ങൾ നിങ്ങളുമായി ഒരു ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കിയിട്ടില്ല. ഹോൾസെയിലായിട്ട് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുമില്ല. നിങ്ങൾ സ്വതന്ത്രമായി നിങ്ങളുടെ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടാകാം. അതിനപ്പുറം നിങ്ങൾക്ക് പറയാൻ കഴിയോ? ഇപ്പോഴതാണോ? പ്രിയങ്ക ഗാന്ധിക്ക് പരസ്യ പിന്തുണയല്ലേ ജമാഅത്തെ ഇസ്ലാമി പ്രഖ്യാപിച്ചത്? എന്ത് പറയാനുണ്ടായി കോൺഗ്രസിന്? ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും പിന്തുണ പരസ്യമായി വരുമ്പോൾ പ്രതികരിക്കണ്ടേ? തെരഞ്ഞെടുപ്പിൽ മത്സരം വോട്ടിന് വേണ്ടിയാണ് എന്നുള്ളത് ശരിയാണ്. പക്ഷെ ആ വോട്ട് ഏതുമാകാമെന്നാണോ? ഇവിടെ തലശ്ശേരിയിൽ പണ്ട് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഓർത്ത് നോക്കൂ. ആ ഉപതെരഞ്ഞെടുപ്പിൽ EMS തലശ്ശേരി വെച്ച് പ്രഖ്യാപിച്ചു, ഞങ്ങൾക്ക് RSSന്റെ വോട്ട് വേണ്ട. ഒലിച്ചുപോയോ ഞങ്ങൾ? അതാണ് രാഷ്ട്രീയ ആർജവം. വർഗീയ വിരുദ്ധ നിലപാടിൻ്റെതായ രാഷ്ട്രീയ ആർജവം. നിങ്ങൾക്കത് കാണിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങളെ അഭിമാനപൂർവം ഞങ്ങളുടെ കൂടെ SDP-യും ആ വിജയത്തിൽ പങ്കാളിയാണ്. SDP-ഐ ആദ്യം തന്നെ പ്രകടനം, എല്ലാ കാര്യങ്ങളും നടക്കുകയാണ്. ചേലക്കര ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ്, വയനാട്, പാലക്കാട്, ചേലക്കര. വയനാട് നേരത്തെ നല്ല നിരക്ക് രാഹുൽ ഗാന്ധി ജയിച്ച മണ്ഡലം. അവിടെ പ്രിയങ്ക ഗാന്ധി വന്നു.
അത് പുറമെ പാലക്കാട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 മണ്ഡലം, ഒന്ന് മഞ്ചേശ്വരം, മറ്റൊന്ന് കാസർഗോഡ്, മൂന്നാമത് പാലക്കാട്, ഈ 3 മണ്ഡലവും ഞങ്ങൾ 3-ാം സ്ഥാനത്ത് പോയ മണ്ഡലമാണ്. അതാണ് യാഥാർത്ഥ്യം. ഞങ്ങളിത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, നല്ല ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കയ്യിലുള്ള സീറ്റ് ചേലക്കരയാണ്. അപ്പോൾ ഞങ്ങളെ യഥാർത്ഥത്തിൽ പരാജയപ്പെടുത്തി വിജയം നേടി ഈ കേരളത്തിലെ സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയ വിജയം ഞങ്ങൾ നേടിയിരിക്കുന്നു. സർക്കാരിൽ ജനങ്ങൾ അവിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയാൻ ചേലക്കര വിജയിച്ചു വരണം എന്നവർ കണക്കാക്കി. എല്ലാ സന്നാഹങ്ങളും ഒരുക്കി. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി പ്രവർത്തിക്കുമല്ലോ, അതിനപ്പുറവും ചെയ്തു. എന്തായി? ഇതേ സ്ഥാനാർത്ഥി UR പ്രദീപ് 2016 അവിടെ തെരഞ്ഞെടുപ്പ് നേരിട്ടപ്പോൾ കിട്ടിയതിനേക്കാളും വോട്ടും ഭൂരിപക്ഷവും ഈ തെരഞ്ഞെടുപ്പിൽ അതേ പ്രദീപ് നേടുന്നു. തൊട്ടു മുന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ LDFന് കിട്ടിയതിനേക്കാളും കൂടുതൽ വോട്ട് സമ്പാദിക്കാൻ ഇത്തവണ LDFന് കഴിയുന്നു. പിടിച്ചെടുക്കാൻ നിങ്ങൾ നിയോഗിച്ച സ്ഥാനാർത്ഥി, തൊട്ടു മുന്നിൽ അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥി പുറകോട്ട് പോകുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ട് പോലും സ്വന്തമാക്കാൻ ആ സ്ഥാനാർത്ഥിക്ക് കഴിയുന്നില്ല. ആരുടെ വിജയം? അതല്ലേ കാണേണ്ടത്? കേരളത്തിലെ ജനങ്ങൾ LDFനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് ചേലക്കരയിലുണ്ടായത്. അതുകൊണ്ടാണ് ചേലക്കരയിൽ ചേലുള്ള വിജയം എന്ന് നാട് ഒന്നിച്ചു പറയുന്നത്. ഇതാണ് നാം കാണേണ്ട കാര്യം. ഇത് കൂടുതൽ ഉത്തരവാദിത്വം നമ്മളിൽ ഏൽപ്പിക്കുന്നു എന്നത് നാം കാണണം. നമ്മുടെ നാടിൻ്റെ ഇനിയുള്ള മുന്നോട്ട് പോക്ക്, ആ മുന്നോട്ട് പോക്കെന്ന് പറയുമ്പോൾ നാം ആഗ്രഹിക്കുന്നത് ഇന്നുള്ളിടത്ത് നിൽക്കലല്ല. 2016 നിന്ന് 8.5 വർഷം പിന്നിട്ട നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ ഇപ്പോൾ നേടിയിട്ടുണ്ട്. ആ നേട്ടങ്ങളിൽ അഭിരമിച്ച് നിൽക്കലല്ല, ഇനിയും നമുക്ക് മുന്നോട്ട് പോകണം. ആ മുന്നോട്ട് പോകുന്നതിന് നാം നമ്മുടെ സമൂഹത്തെ ഒരു വിജ്ഞാന സമൂഹമാക്കി മാറ്റണം. അതിൻ്റെ ഭാഗമായി ഒരുപാട് മേഖലകൾ വലിയ തോതിൽ വികസിച്ച് വരേണ്ടതായിട്ടുണ്ട്. നമുക്കിനിയും സംസാരിക്കാമെന്നുള്ളത് കൊണ്ട് അതിൻ്റെയൊന്നും മറ്റ് വിശദാംശങ്ങളിലേക്ക് ഇപ്പം ഞാൻ കടക്കുന്നില്ല. ആ ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത്. നമ്മുടെ ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മുടെ നാടിനെ വലിയ തോതിൽ മാറ്റി തീർക്കാൻ കഴിയണം. വിജ്ഞാന സമൂഹത്തിൻ്റെ ഭാഗമായി വരാൻ പോകുന്ന മാറ്റം അതായിരിക്കും. ഇന്നത്തെ കേരളം ലോകത്തിലെ വിവിധ ശാഖകളിൽ നേടിയ വിജ്ഞാനങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ട് ആ വിജ്ഞാനങ്ങളാകെ പകർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുക. നമ്മൾ ഒന്നിൻ്റെയും ആരുടെയും പിറകിലല്ലാത്ത അവസ്ഥയിലേക്ക് നാടിനെ എത്തിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്.